അപ്പോൾ ചങ്ങായിമാരെ, ഇന്ന് 23-ാം തീയതി, ജനുവരി 23. നമ്മളിപ്പോൾ ഇരിക്കുന്ന മൂന്നാറാണ്. നാളെ നമ്മുടെ മൂന്നാർ മാരത്തോൺ നടക്കുവാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് പോയിന്റ് ഇവിടെ തന്നെയാണ്. മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡ് കണ്ടോ, ചെറിയ ബസ് സ്റ്റാൻഡ്. എന്തുണ്ട് വിശേഷം? 71 സൈക്കിളാണല്ലോ ചെയ്യണം. സൈക്കിൾ. ഓക്കെ. അങ്ങനെയുണ്ട് സ്കേറ്റിങ്ങിന്റെ ട്രെയിനിങ് ഒക്കെ അങ്ങനെയുണ്ട്. ആ ശരി. ഓക്കെ. T-shirt tomorrow morning. Okay. Explanation also tomorrow morning. Yeah, okay. 71025. 4:30 reporting time. Okay. അപ്പോൾ ചങ്ങായിമാരെ, ഞാൻ എൻ്റെ റേസ് സൺഡേ ആണ് കേട്ടോ. നാളെ 71 കിലോമീറ്റർ കാറ്റഗറിയുടെ റേസാണ് മോൻ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ റേസ് നാളെയാണ്, സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് ഫുൾ മാരത്തോൺ ഓടാൻ പോവാണ്. ഞാനൊരു ഫുൾ മാരത്തോണാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത്. അതായത് 23-ൽ ബാംഗ്ലൂർ ഫുൾ മാരത്തോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മൂന്നാർ ഇപ്രാവശ്യം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താവുമെന്ന് അറിയില്ല. ജനുവരി 10 വാഗമണിൻ്റെ റേസ് ഉണ്ടായിരുന്നു, വാഗമൺ അൾട്രയിൽ. അപ്പം അത് ഒരു ഏകദേശം 40 കിലോമീറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയും ഫിനിഷ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. നമ്മൾ ബിബ് കളക്ഷന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ മോൻ്റെ ബിബ് കളക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ നാളെ കിട്ടുകയുള്ളൂ. നാളെ രാവിലെ 6 മണിക്കാണ് മോൻ്റെ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി റണ്ണിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ വാഗമൺ അൾട്രേൻ്റെ വീഡിയോ എല്ലാവരും കാണണം. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഈ ബട്ടണിൽ കൊടുക്കാം, അല്ലെങ്കിൽ വീഡിയോയിൽ ലിങ്ക് കൊടുക്കാം. എല്ലാവരും അതും പോയിട്ടൊന്ന് കാണണേ. മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. ഓക്കെ. നമ്മുടെ പോസ്റ്ററൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് 71.12 കിലോമീറ്ററിൻ്റെ ആണ്. ഇതാണ് എൻ്റെ കാറ്റഗറി, 42.195 കിലോമീറ്റർ. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ സ്റ്റാർട്ട് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 5:15. അയ്യോ നല്ല തണുപ്പാണ്. വെളുപ്പിനെ 4 മണിക്ക് എണീക്കുമ്പം 13 ഡിഗ്രിയാണ് കാണിച്ചത്. കയ്യൊക്കെ ഐസാവോ, കയ്യങ്കാലൊക്കെ. ഞാൻ ചെരുപ്പിട്ടോണ്ടാവുന്നത്. ഇന്ന് നമ്മൾക്ക് സൈക്കിൾ റേസും കൂടെ ഉണ്ട് കേട്ടോ. 70 കിലോമീറ്റർ സൈക്ലിങ്. അപ്പം നമ്മുടെ പ്രസന്നൻ ചേട്ടൻ എന്താ സൈക്കിളൊക്കെ ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ കുറച്ച് റണ്ണേഴ്സൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 2 ഫോറിനേഴ്സ് ഉണ്ട്. മോൻ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നല്ല തണുപ്പ, ഫുള്ള് കവർ ചെയ്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോളേട്ടൻ്റെ 71st ബർത്ത്ഡേ റണ്ണാണ്. പോളേട്ടൻ 71st ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്താണ് 71 അൾട്ര ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് വിശേഷം? അപ്പൊ സെക്കൻഡ് ബർത്ത്ഡേ റണ്ണാണ് ഓടാൻ പോകുന്നത്. അപ്പൊ ചെറിയൊരു കുട്ടിയുണ്ട് കേട്ടോ സൈക്ലിങ്ങിന്. മോ സൈക്ലിങ് ചെയ്യുന്നുണ്ട്. എത്ര വയസ്സുണ്ട്? 12. ഒറ്റക്കാണോ അതെയോ അച്ഛൻ ആരെങ്കിലും ഉണ്ടോ? അച്ഛന് സൈക്ലിങ് ചെയ്യുന്നുണ്ടോ? മോ മാത്രം. എവിടെന്നാ വന്ന? മൂന്നാർ തന്നെയാണോ? ഓ ഓക്കെ. പേരെന്താ? സിംസൺ. അപ്പോൾ നമ്മുടെ യങ്ങസ്റ്റ് സൈക്ലിസ്റ്റ് പാർട്ടിസിപ്പൻ്റ് ആട്ടോ. 70 കിലോമീറ്ററിൻ്റെ സൈക്ലിങ് ചെയ്യാനാണ് ആൾ വന്നിരിക്കണം. 12 വയസ്സേ ഉള്ളൂ സിംസൺ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ടേക്ക് കെയർ. ഇതാണ് കേട്ടോ സ്റ്റേജ്. Hello, good morning. Good morning, runners. Leg side extension. So we have Harikrishna sir, who is a wildlife warden, who is going to flag off the event, and moreover, the inspiration for many runners
our Paul Etten is here. Big cheer for Paul Etten. The speciality today is, actually he just celebrated 17 years old last month. And even we have the privilege to conduct his birthday run also. Running about 71 kilometers. Paul Etten is always always for runners. So anyhow, I won't talk so much. So I will. A small brief about the track. Okay. It's about 71 kilometers. 40% is a paved road. Like some of the areas are like holes and other things. So especially when you run downhill, please be careful. Though it's a timed race, but then we don't have to rush. Safety is the most important. 5, 4, 3, 2, 1, go! സൈക്ലിങ്ങിന്റെ ഫ്ലാഗ് ഓഫ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. മുത്തു ബാക്കിലേക്ക് ചെയ്തേക്കാം. So we have a youngest rider in the group, 13 years old. Okay, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Good. Take that. Have fun. ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിട്ടോ. ഇന്ന് മൂന്നാർ അൾട്രയുടെ 71 കിലോമീറ്റർ ഇപ്പം മോനൊക്കെ പോയിട്ടുണ്ട്. അയ്യോ എൻ്റെ കയ്യും കാലൊക്കെ മരവിച്ചൊരു പരിവായി. 4 മണിക്ക് അല്ല 5 മണി കഴിഞ്ഞപ്പോൾ അവിടെ പോയി നിൽക്കുന്ന തണുപ്പത്ത് ഒരു രക്ഷയില്ല. ഇപ്രാവശ്യം വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണം കൂടെ ഉണ്ട് കേട്ടോ ഈ മാരത്തോണിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഒരുപാട് പേര് വൈൽഡ് ഫോറസ്റ്റ് ഓഫീസേഴ്സാണ് അവിടെ നിന്നിരുന്നതെല്ലാം. അങ്ങനെ സൈക്ലിങ്ങിൻ്റെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു. ഈ സ്ട്രീറ്റിലാണ് നമ്മൾ സ്റ്റേ എടുത്താണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ ഇപ്രാവശ്യം. MSP അമ്മ കോട്ടേജ് ഇവിടെ കേട്ടോ നമ്മുടെ സ്റ്റേ. ഇവിടെ ഇതുപോലെ ഫുള്ള് ഹോം സ്റ്റേ കേട്ടോ. മാരത്തോൺ ഉള്ളതുകൊണ്ട് ടൂറിസ്റ്റൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ടേ ഫുള്ളായിരുന്നു. കുറേ നോക്കിയിട്ട് നമുക്ക് റൂം കിട്ടിയത്. എന്നിട്ട് നമ്മുടെ റൂം ചെറിയ റൂമാട്ടോ. നമ്മൾ മോൻ പോകാൻ വേണ്ടിയെല്ലാം റെഡിയാനൊക്കെ എല്ലാം ഇതാക്കിയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ കിടക്കണ്ട നോക്കണ്ട. അപ്പം ഇതാണ് കേട്ടോ റൂം. Wow, super. Ready, 1, 2, 3, go. Keep doing. Nice. Stay. അങ്ങനെ മോൻ്റെ റൺ ഫിനിഷ് ചെയ്തു കേട്ടോ. അവനൊരു 4:45 ഒക്കെ 4:30 കഴിഞ്ഞപ്പോൾ ഫിനിഷ് ചെയ്തു കേട്ടോ. 71 ആൾട്ടോ. അപ്പോൾ മോന് ഞാനാണ് മെഡലിട്ട് കൊടുത്തത്. മെഡലിട്ട് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി എനിക്ക്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി പതുക്കെ പോകണം, റൂമിൽ പോയി റെസ്റ്റ് എടുക്കണം. നാളെ മോർണിംഗ് ആണ് എൻ്റെ റേസ്. ഇവിടെ റിപ്പോർട്ടിംഗ് ടൈം എനിക്ക് തോന്നുന്നു 5:30 ആണെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ബാക്കി നമ്മുടെ റൂട്ടിൽ കാണാം.
നമ്മുടെ 42-ൻ്റെ റൂട്ടിൽ കാണാം. ഓക്കെ, ബൈ. എൻ്റെ പേര് ആൻഡ്രു എന്നാണ്. എൻ്റെ അമ്മ അനിത. സോഴ്സ് ഓഫ് ട്രക്കിംഗ് ക്ലബിൽ നിന്ന് വരുവാണ്. ചെയ്തത് ഫസ്റ്റ് ടൈമാണ്. അമ്മ നാളെ ഫുൾ മാരത്തോൺ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരുടെ സെക്കൻഡ് ഫുൾ മാരത്തോൺ ആണ്. അത് മൂന്നാർ അൾട്രയുടെ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. അത് തിരിച്ചു വരുന്നത് ഇവിടുത്തെ ക്ലൈമറ്റും ഓർഗനൈസിങ്ങും എല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഈ അടുത്ത വർഷം വീണ്ടും കാണുന്നതായിരിക്കും. Happy, proud. My son has done an ultra. Already he's doing already done 100-mile run in Thailand and this December only finished. So I am very much proud and feeling happy. Tomorrow I am doing 42, my second full marathon. This is my third time in Munnar. So I'm looking forward for more running here. Okay, thank you. That's beautiful and even more enjoyable. Thank you. Are you okay? 7 months ago. Good. ഏറ്റവും പ്രായം കൂടിയ പാർട്ടിസിപ്പന്റായ പോളേട്ടൻ നമ്മുടെ ബർത്ത്ഡേ പോയി അൾട്രാ റൺ ഫിനിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ 5:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മൂന്നാർ മാരത്തോൺ ചെയ്യാൻ റെഡിയായി വന്നിരിക്കുക. ഇന്ന് ഞാൻ 42 കിലോമീറ്ററാണ് ഓടുന്നത്. അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, നല്ല തണുപ്പാണ്. ഇപ്പോൾ 14 ഡിഗ്രിയാണ് കാണിക്കണം. അപ്പോൾ ബാക്കി റണ്ണിൻ്റെ കാഴ്ചകളൊക്കെ വഴിയെ കാണിച്ചു തരാം. നമ്മുടെ ചായച്ചേട്ടൻ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ റണ്ണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല തണുപ്പാണ്. 6:30 ആയിട്ടുണ്ട് ഏകദേശം. കുറച്ച് വെളിച്ചം വേണ്ടിട്ടുണ്ടോ, ഓടാൻ പറ്റുണ്ടല്ലോ. കയ്യും കാലൊക്കെ മരവിച്ചിരിക്കുന്നു. കുറച്ച് ഓടി. അങ്ങനെ 7.5 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പ് ഇത്തിരി കുറഞ്ഞു, കുറച്ച് വാമായിട്ടുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സൺ ഫുൾ ഫ്ലഡ്ജഡായി. ഇത് ഷോല ഫോറസ്റ്റ് ആട്ടോ. ഞാൻ വേണ്ടത് മുള്ളംപന്നിയുടെ മുള്ളാണ്. ഇതുണ്ടോ, മുള്ളംപന്നിയുടെ മുള്ള. അത് ഇത് കണ്ണൻദേവൻ ഹിൽസ് ആട്ടോ. ഗുഡറൽ എസ്റ്റേറ്റ്. Third position, female category. Yeah. Not her. Yeah.
അടുത്ത അമ്പലം നോക്കിയാൽ അങ്ങനെ 16.75 കിലോമീറ്റർ ആയി. അപ്പം അത്യാവശ്യം വെയിലായിട്ടുണ്ട്. അയ്യോ, ഞാൻ ഒരു പാമ്പ് ചത്ത് കിടക്കണം, വണ്ടി കയറിയാന്ന് തോന്നുന്നു. പാവം. പിന്നെ 22.57 കിലോമീറ്ററായി. 3.25 മണിക്കൂർ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ, അറിയാം. ഞാൻ ഇങ്ങോട്ട് നമ്മൾ ചേട്ടൻ ചെക്ക് പോസ്റ്റ് പൊക്കി തരുമോ? എനിക്ക് അത്രയും പൊക്കൊന്നുമില്ലല്ലോ, വണ്ടിയും വല്ല പൊക്കണം. നമ്മുടെ ഹിൽ സ്റ്റേഷനാട്ടോ ഇവിടെ ഈ സംഭവങ്ങളൊക്കെയുള്ള. ഏത്തപ്പഴല്ല, റോബസ്റ്റ, പിന്നെന്താ ഓറഞ്ചും ഉണ്ട്, ലൈമുണ്ട്, ഇതാ തണ്ണിമത്തൻ, ഇതൊക്കെ കേട്ടോ സംഭവം. നമ്മൾ മുകളിലത്തെ റോഡിൽ കൂടെ അങ്ങോട്ടാട്ടോ പോയത്. നമ്മൾ തിരിച്ച് വന്നിട്ട് ഇനി അവിടെ ഒരു യൂ ടേൺ ഉണ്ടായി. തിരിച്ച് നമ്മളിനി ഈ റോഡാണ് വേണ്ടത്. ഇപ്പം ഓഫ് റോഡ് വന്നിട്ടാ. ഇത്ര നേരം ടാറിട്ട റോഡായിരുന്നു, ഇനി കുറച്ച് ഓഫ് റോഡാ. നോക്കാം, ഇറക്കമാണ്, കുറച്ച് ഓടട്ടെ കേട്ടോ, അല്ലെങ്കിൽ കട്ട് ഓഫ് ടൈം ഉണ്ട് 8 മണിക്കൂർ. നമ്മുടെ പോസ്റ്റർ വെച്ചിട്ടുണ്ട് 20 കിലോമീറ്റർ ടു ഫിനിഷ് ലൈൻ.
അങ്ങനെ 27 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇവിടെ എന്തോ മരം വെട്ടിയെന്ന് തോന്നുന്നു. മരത്തിൻ്റെ മണം. മരം വെട്ടുമ്പോൾ ഒരു മണം ഉണ്ടാവില്ലേ? ഫുള്ള് മരത്തിൻ്റെ മണം. അവിടെ എന്തോ ഉണ്ട്. $15 kilometers more to finish line. മൂന്നാർ മാരത്തോൺ. അമ്മ ഇറക്കമൊക്കെ ഓടിക്കൊണ്ടിരിക്കുക. കയറ്റം ഒരു രക്ഷയില്ല. ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ബാക്കിൽ ആരുമില്ല, ഫ്രണ്ടിൽ ആരുമില്ല. ഞാനും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രം. ആരെങ്കിലും കാണുന്നുണ്ടോ? വ്യൂ അടിപൊളിയാണ്. അവിടെ ഒരു സ്ഥലത്ത് പൊക്കത്തെ ഫുള്ള് മരം മുറിക്കും. അതെ, നേരെ അപ്പോഴ ഇവിടെ എന്തോ അമ്പല. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും കൂടെ. വുഡ് റെയിൽ എസ്റ്റേറ്റ്. ഈ എസ്റ്റേറ്റിനകത്തൂടെ മിക്കവാറും ഫുള്ള് റൂട്ട് നമ്മൾ. ഈ മരം നോക്കി, ഇത് വണ്ണം കണ്ടു. എന്തൊരു വലിയ മരം, വെള്ള കളറ്. വാ, അയ്യോ. ഇവിടെ ഒരു ടൗൺഷിപ്പാന്ന് തോന്നുന്നു. നിറയെ വീടുകൾ ഉണ്ട്. ഉണ്ടോ? ഇത്ര റോഡൊക്കെ ആയിരുന്നു. വ്യൂ പോയിൻ്റ് റോഡായിരുന്നു. പിന്നെ ടൂറിസ്റ്റുകളുടെ ബഹളവും ബസ്സും. അതുകൊണ്ട് ഞാൻ കുറേയൊന്നും വീഡിയോ എടുത്തില്ല. ഇനിയിപ്പോൾ എനിക്ക് 37.40 കിലോമീറ്റർ ആറേഴാണ്. അപ്പം വേഗം ഇങ്ങനെ പോവാം. ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് സ്ട്രെച്ച് ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനതാണ് വീഡിയോ ഒന്നും എടുക്കാത്ത. ഇനിയിപ്പോൾ ഞാൻ ഫിനിഷ് വീഡിയോ എടുക്കുകയുള്ളൂ. ഇത് ലാസ്റ്റ് വ്യൂ ആണ്, നിങ്ങളെ കാണിക്കണം. മഴക്കാറ് പോലെ ഉണ്ട്. ഇടിച്ചിരുട്ട. ഇനി നേരെ എന്നാൽ റോഡിൽ ചാടും കേട്ടോ. റോഡിൽ നിന്ന് പിന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ ഉള്ള ഗ്രൗണ്ട്.
നല്ല കാറ്റുണ്ട്. അവിടെ ഒരു ചെടി നോക്കിയാൽ ചുവന്ന പൂവൊക്കെ ആയിട്ട്. We are finishing. Yeah, we done it. അങ്ങനെ ഫിനിഷ് ചെയ്യാൻ പോകട്ടോ. 42 kilometer. I done it. The last stretch. Yeah. അങ്ങനെ 2 kilometer ഫിനിഷ് ചെയ്തു. ശ്വാസം കടലൊക്കെ മേടിക്കട്ടെ കേട്ടോ. Anita Karta. Thank you so much. Hope you enjoyed. Thank you so much. Close to Sriti, yes. ഹായ്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മുടെ മൂന്നാർ മാരത്തോൺ ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ പോഡിയം ഫിനിഷൊക്കെ അടിച്ചു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനലിൽ കയറി വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ ഓടുന്ന റൂട്ടിൽ നിന്ന് എൻ്റെ കൊളീഗ്സ് ആരോ ഉപേക്ഷിച്ച ചോക്ലേറ്റിൻ്റെ റാപ്പ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിറ്ററിങ് നമ്മൾ സമ്മതിക്കില്ല, നമ്മൾ ട്രെയിൽ റണ്ണേഴ്സാണ്. അപ്പം ഇത് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേലാൽ മാരത്തോൺ ഓടാൻ വരുന്ന ആൾക്കാർ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഈ സാധനങ്ങൾ വഴിയിൽ കാട്ടിൽ ഉപേക്ഷിച്ച് പോകാണ്ട് അവനവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കളയുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ബൈ.